ഹായ് ഹലോ, ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഞാനും മോളും കൂടെ എവിടേക്കാണ് പോകണമെന്നറിയോ? കാണില്ലല്ലേ? അവൾക്ക് ഞാൻ പോയി പറയാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ്. ഞാനും മോളും കൂടിയിട്ട് ഒരു ന്യൂ ഇയർ സെലിബ്രേഷന് പോവാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടേക്കാണ് പോകണമെന്നുള്ളത്. മീൻസ് അംഗൻവാടിക്കാണ് ഞങ്ങൾ പോണത്. അംഗൻവാടിയിൽ ചെറിയൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അവർ വിളിച്ചു ഇന്നലെ. അപ്പോൾ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓടി വരും. ഓൾറെഡി സമയം വൈകി കേട്ടോ. ഒരു 10 മണിക്കാണെന്നാണ് പറഞ്ഞ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ ഇതാണോ, ഇതാണ് പ്രശ്നം. എല്ലാം പെറുക്കി 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 കൊണ്ടേ എൻ്റെ കുഞ്ഞ് വരുള്ളൂ. എന്ത് കണ്ടാലും അവൾ വിടില്ല. ഞങ്ങൾ പച്ചയിലൊക്കെ ആയിട്ടോ ന്യൂ ഇയർ ആയിട്ട് പോകുന്നത്. കമലുണ്ടോ? നല്ല ഭംഗിയില്ലേ? ആൻഡ് ഞങ്ങളവിടെ പോയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ബൈ. അങ്ങനെ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക കേട്ടോ. പാടത്തൂടെയാണ് പോണത്. ഞങ്ങൾ മിക്കവാറും ഈ വഴിയാണ് ചൂസ് ചെയ്യാറുള്ളത്, കാരണം എളുപ്പം എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ പാടമായതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുകയൊക്കെ വേണം. അങ്ങനെയുള്ള സ്ഥലമൊക്കെ ആണല്ലോ പാടം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ സമയം വൈകിയെന്ന്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പെട്ടെന്ന് ഓടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അവളും എൻ്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് അവളും ഇങ്ങനെ ഓടുക കേട്ടോ. നല്ല രസമായിരുന്നു ഞങ്ങളുടെ പോക്കൊക്കെ. ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും ദേ അംഗൻവാടി എത്തിയിട്ടോ. അംഗൻവാടി എത്തിയപ്പോൾ കുറച്ച് പിള്ളേരെ ഇന്ന് വന്നിട്ടുള്ളൂ. സോ അവരുടെ അടുത്തൊക്കെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു. മോൾക്ക് വയ്യല്ലോ, ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ പനിയാണ്. അപ്പോൾ ഞാൻ അധികം ആരോടും അടുപ്പിച്ചില്ല. എല്ലാവരോടും ന്യൂ ഇയർ ഒക്കെ പറഞ്ഞു, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചില്ലായിട്ട് ഇരിക്കുകയായിരുന്നു. എല്ലാവരും നല്ല ഭംഗിയിൽ ഒക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും കേക്ക് ഓർഡർ ചെയ്ത് അവിടെ നിന്ന് കേക്ക് കൊണ്ടുവന്നു കേട്ടോ. നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു. ആ ചേട്ടൻ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പോയി. സോ ഏകദേശം 10:30 ആയിട്ടുണ്ടാവും ടൈം. അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ അംഗൻവാടി ടീച്ചർക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് ഇന്ന് തന്നെ. അപ്പോൾ അതിന് പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ പെട്ടെന്ന് അത് പൊട്ടിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞാനും അവിടുത്തെ കുട്ടികളുടെ അമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു. സ്പെഷ്യലായിട്ട് കുട്ടി എന്ന് പറയുന്നത് എൻ്റെ മോള് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി എല്ലാ പ്രോഗ്രാംസിനും പോകുന്നത് കൊണ്ട് സോ സ്പെഷ്യലായിട്ട് നമ്മളെ മാത്രം വിളിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ ഉള്ള കുട്ടികളുടെ അമ്മമാരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ വീട്ടുകാരെയും. സോ അവരൊക്കെ ഓരോരുത്തർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ കേക്ക്. ഹാപ്പി ന്യൂ ഇയർ 2024. ഇതാണ് നമ്മളുടെ കേക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫോർക്കൊക്കെ നല്ല രസമുള്ള ഫോർക്കല്ലേ. അപ്പം അങ്ങനെ ഞങ്ങൾ മേലെ വെച്ചാൽ കുട്ടികൾക്ക് കട്ട് ചെയ്യാൻ എത്തില്ല എന്ന് വിചാരിച്ചിട്ട് താഴെ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്യാമല്ലോ, അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. സോ അപ്പം എല്ലാവരും കൂടെ ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പാടി കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ടീച്ചർ ആരാ കേക്ക് കട്ട് ചെയ്യുന്നതെന്നുള്ള കൺഫ്യൂഷനിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു കുട്ടികളെല്ലാവരും കൂടിയിട്ട് കട്ട് ചെയ്യട്ടെ എന്നൊക്കെ. പിന്നെ കുട്ടികൾക്ക് ന്യൂ ഇയർ ആയിട്ട് ചെറിയൊരു ആശംസയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ, അതൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ടീച്ചർ എല്ലാവരെയും വിളിച്ചിട്ട്, ടീച്ചറും ഹെൽപ്പറും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരെയും വിളിച്ചിട്ട് ദേ കേക്ക് കട്ട് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം കേക്ക് എന്നൊക്കെ പറയുന്നത്, കേക്ക് കട്ട് ചെയ്യൽ അല്ലെങ്കിൽ ഒരു ആഘോഷം എന്നൊക്കെ പറയുന്നത് കുട്ടികൾക്ക് എപ്പോഴും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറാണല്ലോ. സോ എല്ലാവരും കേക്ക് കട്ട് ചെയ്തിട്ട് അവർക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക, അവരത് നോക്കിയിരിക്കുക കേട്ടോ. നമുക്ക് തന്നെ സങ്കടം വരും. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും ഈക്വലായിട്ട് മുറിച്ചതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പം ആർക്കും മുറിക്കാനായിട്ട് അറിയില്ലെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ തന്നെ മുറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. പിള്ളേർക്കൊക്കെ പ്ലേറ്റിൽ കൊടുക്കാം, എങ്കിലല്ലേ അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ ആ ഫോർക്ക്, അവർ കൊണ്ടുവന്ന ഫോർക്ക്
പിള്ളേർക്ക് എല്ലാവർക്കും ഓരോന്ന് വീതം കൊടുത്തു കേട്ടോ. അവർ ഏകദേശം ഒരു 10 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടാവും. സോ 9 എണ്ണം മാത്രമാണ് അവിടെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കൊടുത്തത് കേട്ടോ. അങ്ങനെ അവർക്ക് കേക്കൊക്കെ കഴിക്കാനായിട്ട് അവർ തുടങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മോള്. അവൾക്ക് ഫോർക്ക് കൊണ്ട് കഴിക്കാനറിയാം, പക്ഷെ പെട്ടെന്ന് മറന്നുപോയി തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞാനത് കുത്തി കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഇതേ എല്ലാ കുട്ടികളും ഫോർക്ക് കൊണ്ടൊക്കെയാണ് കേട്ടോ കഴിക്കണ. അങ്ങനെ അംഗൻവാടിയത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അധിക നേരം ഞങ്ങളവിടെ നിന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. അപ്പോഴാണ് അവിടെ മയിലുകളൊക്കെ നിൽക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പം മയിലിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ വേഗം വീട്ടിലേക്ക് വന്നു കേട്ടോ. വേഗം വന്ന് അവൾക്ക് ഏകദേശം ഒരു 12 മണിയായി. വന്നതും അവൾക്ക് ഫുഡൊക്കെ കൊടുത്തു, മരുന്നൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ന്യൂ ഇയർ സെലിബ്രേഷനും ഒക്കെ കഴിഞ്ഞു കേട്ടോ. എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. താങ്ക് യു.